വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഡോക്ടർ രാമദർശ് മിശ്ര എഴുതിയ ഫൂൽ എന്ന മനോഹരമായ കവിതയാണ്. ഈ കവിതയിൽ കവി നമ്മോട് സംസാരിക്കുന്നത് പ്രകൃതിയിലെ പൂക്കളെക്കുറിച്ചും ഇന്നത്തെ കാലത്ത് പ്ലാസ്റ്റിക് പൂക്കൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും പ്രകൃതിയുമായി മനുഷ്യൻ അകന്നുപോകുന്നതിനെക്കുറിച്ചുമാണ്. കവിതയുടെ ആദ്യ ഭാഗം ആരംഭിക്കുന്നത് ഇത്തരത്തിലാണ്: ബാസാർ മേം പ്ലാസ്റ്റിക് കെ ഫൂലോം കാ ഉത്പാദൻ ക്യാ ഗജബ് കി റഫ്താർ ഹൈ. കവി പറയുന്നത്, ചന്തയിൽ ബാസാർ പ്ലാസ്റ്റിക് പൂക്കളുടെ ഉത്പാദൻ അത്ഭുതകരമായ വേഗതയിലാണ് ഗജബ് കി റഫ്താർ വർദ്ധിക്കുന്നത് എന്നാണ്. ഇത് കേവലം പൂക്കളെക്കുറിച്ചുള്ള ഒരു പ്രസ്താവനയല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ മേഖലയിലും പ്ലാസ്റ്റിക് എത്രമാത്രം കടന്നുകയറിക്കഴിഞ്ഞു എന്നതിലേക്കുള്ള സൂചനയാണ്. ഈ പൂക്കളുടെ പ്രത്യേകത കവി ഇങ്ങനെ പറയുന്നു: ന ഖാദ് ന പാനി, ഇതിനു വളമോ വെള്ളമോ ആവശ്യമില്ല. ന ചിടിയോം കാ ഗുൻഗുനാൻ, പക്ഷികളുടെ ചിടിയോം കളകളാരവമോ ഇതിനെ തേടിവരില്ല. ഇവ ഒരേപോലെ അനന്തമായി ഹമേശ സുഗന്ധം പരത്തിക്കൊണ്ടിരിക്കുന്നു. ഇവ കണ്ണഞ്ചിപ്പിക്കുന്ന നിറങ്ങളാൽ ആകർഷകമാണ്. ആത്മാവില്ലാത്ത അന്തരംഗ് സന്തോഷം നൽകുന്നു. വീടിന്റെ മുഴുവൻ അന്തരീക്ഷത്തിലും ഇവ അലങ്കാരമായി ഇരിക്കുന്നു. ഇവിടെ കവി യഥാർത്ഥ പൂക്കളും പ്ലാസ്റ്റിക് പൂക്കളും തമ്മിലുള്ള വ്യത്യാസം പറയുന്നു. പ്ലാസ്റ്റിക് പൂക്കൾക്ക് ജീവനില്ലാത്തതുകൊണ്ട് അവയ്ക്കു പരിചരണം ആവശ്യമില്ല. പക്ഷേ അവയ്ക്കു സുഗന്ധമില്ല, അവ ജീവന്റെ ചിഹ്നമല്ല. കവിതയുടെ രണ്ടാം ഭാഗം പ്രകൃതിയിലെ വിവിധ ഘടകങ്ങൾ പരസ്പരം സംസാരിക്കുന്ന രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇലകൾ പറഞ്ഞു, നമുക്ക് സുഗന്ധം ഗന്ധ് വേണം. വേരുകൾ പറഞ്ഞു, നമുക്ക് രസം രസ് വേണം. ശലഭങ്ങൾ തിത്തലിയോം പറഞ്ഞു, നമുക്ക് മൃദുലവും കോമളവുമായ കോമൽ സ്പർശം വേണം. ഈ സംഭാഷണത്തിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള ഓരോ ജീവജാലങ്ങൾക്കും യഥാർത്ഥ പൂവ് നൽകുന്ന സംതൃപ്തി ആവശ്യമുണ്ട്. സൗന്ദര്യത്തിനപ്പുറം പൂക്കളിൽ നിന്ന് പ്രകൃതിക്ക് ലഭിക്കുന്ന ആഹാരം, സുഗന്ധം, സ്പർശം എന്നിവയെല്ലാം ഇവിടെ പരാമർശിക്കുന്നു. ഈ സംഭാഷണം കേട്ട ഒരു കുട്ടി പറയുന്നു, എനിക്ക് പൂജാമുറിയിൽ വെക്കാൻ ഒരു പൂവ് വേണം. തുടർന്ന് മറ്റൊരു കുട്ടി പറയുന്നു, എനിക്ക് പൂക്കളിൽ നിന്ന് തേൻ വേണം. ഈ കുട്ടികളുടെ ആഗ്രഹം കേട്ടപ്പോൾ കവിക്ക് സങ്കടം വന്നു. കവി പറയുന്നു, നിങ്ങൾ തേൻ തേടുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഈ പൂക്കളിൽ, പ്ലാസ്റ്റിക് പൂക്കളിൽ തേൻ ലഭിക്കില്ല എന്ന്. കവിതയുടെ അവസാന ഭാഗം ഒരു ശക്തമായ സന്ദേശമാണ് നൽകുന്നത്. കവി സമ്മതിക്കുന്നു, അതെ, ഞാൻ തെറ്റു ചെയ്തു, ഞാൻ പ്ലാസ്റ്റിക്കിന്റെ ഭാരം ചുമന്നു. അദ്ദേഹം പ്ലാസ്റ്റിക് പൂക്കളെ വലിച്ചെറിഞ്ഞ് മണ്ണുമായി ബന്ധം സ്ഥാപിക്കാൻ തുടങ്ങി. ഈ കവിതയുടെ മുഖ്യ ആശയം കൃത്രിമമായ സന്തോഷങ്ങളെയും സൗകര്യങ്ങളെയും ഒഴിവാക്കി പ്രകൃതിയുടെ സ്വാഭാവികമായ സൗന്ദര്യത്തിലേക്ക് മടങ്ങുക. പ്ലാസ്റ്റിക് പൂക്കൾ താൽക്കാലിക സൗന്ദര്യം നൽകിയേക്കാം, പക്ഷെ അവയ്ക്ക് ജീവന്റെ ശക്തിയോ സുഗന്ധമോ സംതൃപ്തിയോ നൽകാൻ കഴിയില്ല. യഥാർത്ഥ സന്തോഷം, സുഗന്ധം, ജീവിതം എന്നിവയെല്ലാം പ്രകൃതിയുമായി ബന്ധപ്പെടുമ്പോൾ മാത്രമേ നമുക്ക് ലഭിക്കൂ. ഇതൊരു പരിസ്ഥിതി സൗഹൃദപരമായ കവിതയാണ്. നമ്മുടെ ജീവിതത്തിലെ പ്ലാസ്റ്റിക്കിന്റെ വർദ്ധിച്ച സ്വാധീനത്തെക്കുറിച്ച് ഇത് നമ്മെ ചിന്തിപ്പിക്കുന്നു. ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. 9ാം ക്ലാസ്സിലെ മുഴുവൻ വിഷയങ്ങളും നമുക്കിവിടെ ചർച്ച ചെയ്യാൻ സാധിക്കണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. ബൈ.